നമുക്കറിയാം ഒരു സമയത്ത് നമ്മുടെ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സീരിയലുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേര് കണ്ടിരുന്ന ഒരു സീരിയലുണ്ട്. ആണുങ്ങൾ വരെ, അതായത് ആണുങ്ങൾ സാധാരണ സീരിയൽ കാണുന്ന കുറവാണ്, ബട്ട് എന്നാലും കാണും കേട്ടോ, കുറേ പേര് കാണുന്നുണ്ട്. എന്നാലും സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷെ അവർ വരെ കണ്ടിരുന്ന ഒരു സീരിയലുണ്ട്, അത് പരസ്പരമാണ്. പരസ്പരത്തിലെ ഏറ്റവും വലിയ കഥാപാത്രത്തിൽ ഒരാളാണ് ദീപ്തി. ഗായത്രി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ദീപ്തി ഒരു ട്രെയിനിങ്ങിന് പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, പോലീസിൻ്റെ ട്രെയിനിങ്ങിന്. സോ ആ ഒരു പോലീസിൻ്റെ ട്രെയിനിങ്ങിന് പോയ സംഭവത്തിൽ കൂടെ ട്രെയിൻ ചെയ്ത അല്ലെങ്കിൽ സഹ ട്രെയിനർമാരിൽ ഒരാളായിരുന്നു ദിവ്യപ്രഭ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അതുപോലെ തന്നെ വളരെ മികച്ച സിനിമകൾ അവർ വേറെയും ചെയ്തിട്ടുണ്ട്. സോ അവരോട് ഈ ഒരു ചോദ്യം ചോദിച്ചു, അതായത് പരസ്പരത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ എത്ര നാളായിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇന്നാളിലും വന്ന് ചോദിച്ചല്ലോ. അവർ പറഞ്ഞു, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മതിയല്ലോ, ഇത് കേട്ടാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദിവ്യപ്രഭ. സോ എന്തായാലും അന്ന് നായികയായിട്ടുള്ള ഗായത്രി, അതായത് ദീപ്തി കഥാപാത്രം ചെയ്തവർ അവിടെ നിൽക്കുന്നു, ദിവ്യപ്രഭ എവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ആലോചിക്കാം. സോ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് വളരെ ചെറുതാണെങ്കിൽ പോലും അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങളെ മുന്നേറാൻ സാധ്യതയുണ്ട്.